വി.ഡി. സതീശൻ സർക്കാരിന്റെ പ്രധാന പ്രഖ്യാപനങ്ങളിലൊന്നാണ് കെ.എസ്.ആർ.ടി.സിയിൽ വനിതകൾക്ക് സൗജന്യ യാത്ര എന്നത്. അത് നാളെ മുതൽ പ്രാവർത്തികമാവുകയാണ്. രാവിലെ 8:30 മുതൽ അത് പ്രാവർത്തികമാകും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളെയാണ് നമ്മളിപ്പോൾ പരിചയപ്പെടുത്തുന്നത്. പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്രയിൽ ആദ്യം സ്ത്രീകൾക്ക് ടിക്കറ്റ് നൽകുന്നത് ഇപ്പോൾ നമ്മോടൊപ്പമുള്ള മാഡമാണ്. അവർ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. മാം, എന്താണ് പേര്? എൻ്റെ പേര് ജയകുമാരി വി.ജി. ഏതാണ് ഡിപ്പോ? പാപ്പനംകോട്. നാളെ വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതി, അത് കേരളത്തിൽ ആദ്യമായി നടപ്പാക്കുന്ന ഒരു പദ്ധതിക്ക് ആദ്യം തന്നെ ടിക്കറ്റ് നൽകാനുള്ള ഒരു ഭാഗ്യം കൂടി മാഡത്തിനാണ് ലഭിക്കുന്നത്. എത്രത്തോളം സന്തോഷമുണ്ട്? എന്താണ് ഈ ഒരു പദ്ധതി, അത് സ്ത്രീകൾക്ക് ഇത്തരം ഒരു പദ്ധതിയുമായി വരുമ്പോൾ എന്താണ് പറയാനുള്ളത്? തീർച്ചയായും ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം ഞാനും ഒരു വനിതയാണ്. അപ്പോൾ ഒരു വനിതകൾക്ക് കിട്ടുന്ന സാധാരണ ജനങ്ങൾ ആയ വനിതകൾക്കാണ് ഇത് കൂടുതലായി പ്രയോജനപ്പെടുന്നത്. കാരണം ഏറ്റവും കൂടുതൽ സാധാരണയായിട്ടുള്ള യാത്രക്കാർ, വനിതാ യാത്രക്കാർ കയറുന്നത് കെ.എസ്.ആർ.ടി.സിയിൽ ഓർഡിനറി ബസ്സുകളിലാണ്. അപ്പോൾ ഓർഡിനറി ബസ്സുകളിലെ സൗജന്യം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് ആ വനിതകൾക്കായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു വളരെ ചെറിയൊരു എമൗണ്ടാണ്, 25 രൂപ 30 രൂപ എന്നൊക്കെ പറഞ്ഞാലും ഒരു പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരുമ്പോൾ ഒരു 50 രൂപ വരെ ലാഭിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു കുടുംബത്തിലെ ഭയങ്കരമായ, ഇപ്പോഴത്തെ ഈ വിലക്കയറ്റത്തിൽ ഭയങ്കരമായ ഒരു ആശ്വാസം നൽകുന്ന ഒരു തീരുമാനമാണ് സർക്കാർ എടുത്തിരിക്കുന്നത്. നാളെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടെ ഉള്ളത്, വനിതകൾ തന്നെയാണ്, വനിതാ സാരഥി തന്നെയാണ് നാളെ ഉള്ളത്. ഷീല എന്ന് പറയുന്ന ഡ്രൈവറാണ് മാഡത്തിനൊപ്പം നാളെ ബസ് ഓടിക്കുന്നത്. ഒപ്പം തന്നെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള വിശിഷ്ട വ്യക്തികൾ, 20ഓളം വിശിഷ്ട വ്യക്തികളുമായി നാളെ തമ്പാനൂരിൽ നിന്ന് ആരംഭിക്കുകയും സെക്രട്ടേറിയറ്റ് വരെ മുഖ്യമന്ത്രി വാഹനത്തിൽ സഞ്ചരിക്കുന്നുമുണ്ട്. എത്രത്തോളം സന്തോഷമാണ്. ഒപ്പം തന്നെ ലേഡി ഡ്രൈവർ, നാളെ ഉണ്ടാകുന്ന ഡ്രൈവറുമുണ്ടാവും, അവരെ കൂടി ഒന്ന് പരിചയപ്പെടും. എനിക്ക് വളരെ വ്യക്തിപരമായി അറിയാവുന്ന ഒരു ഡ്രൈവറാണ് ഷീല. കെ.എസ്.ആർ.ടി.സിയിലെ ഏക വനിതാ ഡ്രൈവറായിരുന്നു. ഇപ്പോൾ ഒരു വനിതാ ഡ്രൈവറും കൂടി കെ.എസ്.ആർ.ടി.സിക്കുണ്ട്. എന്നാലും ഡ്രൈവറായിട്ട് തന്നെ അപ്പോയിൻറ്റ് ചെയ്ത ഏക വനിതാ ഡ്രൈവറാണ് ഷീല എന്ന് പറയുന്നത്. സിറ്റി ഡിപ്പോയിൽ കുറേ കാലം ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ളവരാണ്. അതുകൊണ്ട് തന്നെ നല്ല സ്മൂത്തായ ഡ്രൈവിങ്ങും കാര്യങ്ങളുമൊക്കെയാണ്. ഒരുപാട് ഇൻ്റർവ്യൂസൊക്കെ അവരെക്കുറിച്ച് എടുത്തിട്ടുണ്ട്. വളരെ നല്ല ലേഡിയാണ്. മുഖ്യമന്ത്രിക്കൊപ്പം നാളെ സഞ്ചരിക്കുമ്പോൾ ഒരുപക്ഷെ അതൊരു പ്രത്യേക അനുഭവം കൂടിയാണ്. ഞാൻ പറഞ്ഞ പോലെ ചരിത്രത്തിൻ്റെ ഭാഗമാവുകയാണ് നിങ്ങൾ രണ്ടുപേരും. തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയോടൊപ്പം സഞ്ചരിക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ ഒരു എന്താ പറയണ്ടേ, ഒരു സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഒരു ജനകീയനായ മുഖ്യമന്ത്രി എന്ന് ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു മുഖ്യമന്ത്രി എന്നറിയപ്പെടുന്ന വി.ഡി. സതീശൻ സാറുമായി ഒരുമിച്ചൊരു യാത്ര, അതൊരു അനുഭവം തന്നെയാണ്. കാരണം ചരിത്രത്തിൽ ആദ്യമായിട്ട് വനിതകൾക്ക് കേരളത്തിൽ സൗജന്യ യാത്ര പ്രഖ്യാപിക്കുമ്പോൾ അതിലൊരു ഭാഗമായിട്ട്, അതിൻ്റെ ഒരു ഒഫീഷ്യൽ ഭാഗമാകാൻ, വെറുതെ ആണെങ്കിൽ നമുക്ക് ചെന്ന് യാത്ര കയറാമായിരുന്നു, അല്ലാതെ തന്നെ ഒഫീഷ്യലായി അതിൽ പങ്കെടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ ഭാഗ്യമുള്ളൊരു കാര്യമാണ്. അതുതന്നെയാണ് ജയകുമാരി മാഡത്തിൻ്റെയും അതുപോലെ തന്നെ ഷീലയുടെയും പ്രത്യേകത. അവർ ചരിത്രത്തിൻ്റെ ഭാഗം കൂടിയാവുകയാണ്. നാളെ സ്ത്രീകൾക്കായി കേരളത്തിൽ ആദ്യമായി സൗജന്യ യാത്ര പ്രഖ്യാപിക്കുമ്പോൾ ആ സൗജന്യ യാത്രയ്ക്ക് ടിക്കറ്റ് നൽകുന്നത് ജയകുമാരി മാഡമാണ്. ഒപ്പം തന്നെ ഷീല എന്ന ഡ്രൈവർ, അവരാണ് കേരളത്തിലെ ആദ്യത്തെ കെ.എസ്.ആർ.ടി.സിയിലെ ആദ്യത്തെ വനിതാ ഡ്രൈവർ. അവർ രണ്ടുപേരുമാണ് ഈ അസുലഭ നിമിഷത്തിൽ ഇതിൻ്റെ ഭാഗവാക്കാകുന്നത്. ക്യാമറമാൻ ജോസിനൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.